കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ സങ്കടങ്ങൾ കുപ്പിയിൽ ശേഖരിക്കാൻ, നിന്റെ മാരക രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ശക്തിയോട് പാടാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട നിരവധിയായ സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, വിദൂരങ്ങളിൽ നിന്ന് മുട്ടുമേൽ നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഈ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഈശോയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, ദുഃഖങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വേർപാടിന്റെ വേദനകൾ സമർപ്പിക്കട്ടെ. ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. തൊഴിൽ രഹിതര്, ഭവനരഹിതര്, സന്താനമില്ലാത്തവരെ എല്ലാവരെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നവർ, നിയോഗം അർപ്പിച്ചിട്ടുള്ളവർ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ, രണ്ടാം ശനിയാഴ്ച വന്ന് പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണം. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന മക്കളാണ്, ഉടമ്പടി ചെയ്തിട്ട് വിദേശത്തിൽ പോകുന്ന മക്കളാണ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക, ഓർത്ത് സമർപ്പിക്കുക. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. കനായിൽ നടന്നപോലെ അത്ഭുതം ഉടനടി അഭിഷേകമായി തീരണമേ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. സങ്കീർത്തനം 34. കർത്താവേ, എളിയവന്റെ നിലവിളി കേൾക്കണമേ. മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ.
സങ്കീർത്തനം 119 കർത്താവേ കണ്ണുനീരിന്റെ മേൽ നിലവിളികളുടെ മേൽ ഉത്തരം നൽകണമേ. കർത്താവേ 6:33 അന്വേഷിക്കുന്ന രാജ്യമാണ്, ബാക്കിയെല്ലാം ഇവർക്ക് കൂട്ടിച്ചേർത്ത് നൽകണമേ. സങ്കീർത്തനം 91 അത്യുന്നത ശക്തി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഉടമ്പടി ആരാധന എപ്പോഴും നമുക്കറിയാം, ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ആരാധനയുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആരാധനയും അങ്ങനെയാണ്. നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും എപ്പോഴും അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നമ്മൾ ആരാധിക്കുന്നവർക്ക് അറിവുണ്ടാകണമെന്ന് ഈശോ പറയാനുള്ള കാര്യം അതാണ്. അറിയാത്തവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമറിയാക്കാരിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു. ദൈവാനുഭവവും ദൈവശക്തിയും ദൈവ ഇടപെടലും അറിഞ്ഞ് ആരാധിക്കുന്നതിൽ നിന്നാണ് വരണത്. അതാണ് യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയും അറിവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? സാക്ഷ്യങ്ങളല്ലാത്ത കൊണ്ടല്ല, അത് വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷേ നമ്മൾക്ക് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളല്ല. അതാണ് വിഷയം. അൾത്താര പറയുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് സിംഗപ്പൂർ തന്നെ എൻ്റെ കൂടെയാണ്. കൃപാസനത്തെ പറ്റി കേട്ടറിയുന്നത് എൻ്റെ മദർ ഇൻ ലോ വഴിയാണ്. മദർ ഇൻ ലോ ഇവിടെ വരികയും ഇതിനു മുൻപ് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം 2025 ഞങ്ങളൊരു വലിയ ജോലി സംബന്ധമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ വിസ റിന്യൂവൽ ചെയ്യേണ്ട ഒരു സമയമായപ്പോൾ ഈ വർഷം 2025 ഓഗസ്റ്റ് മാസം വിസ തീരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായി വിസ റിന്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയും ആ റിന്യൂവലിൻ്റെ ഭാഗമായി എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് തന്നെ റിന്യൂ ചെയ്ത് കിട്ടുകയും എൻ്റെ വിസ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ അധികം സമയമെടുത്തിട്ടും അത് റിന്യൂ ചെയ്ത് കിട്ടാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ മദർ ഇൻ ലോ വഴിയാണ് അറിയുന്നത് കൃപാസനത്തെ പറ്റിയും ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയും ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ അത്ര ഈശ്വര വിശ്വാസിയോ അത്ര വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ലായിരുന്നു. എൻ്റെ വൈഫാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥന തുടങ്ങിയതും രാവിലെ എണീറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി തിരി കത്തിച്ച് പ്രാർത്ഥന തുടങ്ങിയതും എല്ലാം എൻ്റെ വൈഫാണ്. പക്ഷേ ഒരു 2-3 ദിവസം എൻ്റെ വൈഫ് ഇത് കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും എനിക്ക് തന്നെ എന്തോ ഉള്ളിൽ തോന്നി, വൈഫ് മാത്രം ഇത് ചെയ്താൽ പോരാ, ഞാനും വൈഫിൻ്റെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം. അങ്ങനെ ഞാനും ഓൺലൈൻ ഉടമ്പടി എൻ്റെ 6 നിയോഗങ്ങൾ സമർപ്പിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു സിംഗപ്പൂർ തന്നെ ഞങ്ങൾക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടണമെന്നും അവിടെ തന്നെ ജോലി തുടരാൻ സാധിക്കണമെന്നും.
അങ്ങനെ ഞങ്ങൾ തുടങ്ങിയെങ്കിലും എൻ്റെ സ്വഭാവം പോലെ തന്നെ ഞാൻ ഒരുപാട് വിശ്വാസമുണ്ടോ, എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് ഇതൊക്കെ സാധിക്കുമോ ഇല്ലയോ, ഇതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം ഊന്നി ഉറപ്പിക്കണമേ എന്ന് മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ കാലിന് ഭയങ്കരമായ ഒരു അസ്വസ്ഥത വന്ന് എൻ്റെ വലത്തെ കാലിൻ്റെ ഉപ്പൂറ്റി നടക്കുമ്പോഴെല്ലാം കാലിന് ഭയങ്കരമായ അതികഠിനമായ വേദന വരികയും ഇത് ഒരു പോയിൻ്റ് എത്തിയപ്പോഴേക്കും നടക്കാൻ തീരെ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ എത്തുകയും ചെയ്തു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വൈഫ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും ആ ഒരു നിമിഷം തന്നെ എൻ്റെ കാലിന് എന്ത് സംഭവിച്ചെന്നറിയില്ല, ആ വേദന പൂർണ്ണമായി മാറിയെന്ന് മാത്രമല്ല 3 ആഴ്ചയോളം തുടർച്ചയായി ഉണ്ടായിരുന്ന വേദനയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി കാലിന് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. അപ്പോഴേക്കും ഞങ്ങൾ ഉറപ്പിച്ചു, മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, ഇനി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും വിസയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു അപ്ഡേറ്റുകളും ഇല്ല. 10 ദിവസം കൊണ്ട് റിന്യൂവലിന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഒരു അപ്ഡേറ്റ് തരേണ്ടതാണ്. എൻ്റെ വിസയുടെ കേസ് മാത്രം ഒരു 3 ആഴ്ച, ഒരു 25 ഡേയ്സ് ആയിട്ടും യാതൊരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവിടെ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നു, എൻ്റെ പൊസിഷനിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, ആ പ്രോസസ്സിങ് മുന്നോട്ട് പിന്നെയും ഡിലേ ആയി തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെയും ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്നിരിക്കുന്ന ഒരു ദിവസത്തിലാണ് ഇടുത്തി പോലെ ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയി എന്നുള്ള വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത വേലകളും കാരുണ്യപ്രവൃത്തികളും എല്ലാം ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും മാതാവ് എന്തിനാണ് ഞങ്ങളുടെ വിസ റിജക്റ്റായി, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരാത്തതെന്ന് മാതാവിനോട് ചോദിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ മുട്ടിൽ നിന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ പൂർണ്ണമായും ഈ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല എന്ന്. അങ്ങനെ പിന്നെയും മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ വന്നിട്ടുള്ളവർക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ഇതൊരു ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുള്ള ഒരു വലിയൊരു നഗരമാണ്. അപ്പോൾ ഇവിടെ വെറുതെ ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇതിലൊരു വലിയ ബിൽഡിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു വലിയ മഹാഭാഗ്യമായിരുന്നേനെ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വൈഫ് പൂർണ്ണമായും അപ്പോഴും പറഞ്ഞു, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, മാതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളുമായി വരുന്ന അനേകായിരം ജനങ്ങൾ വേറെയുണ്ട്, അപ്പം നമ്മുടെ ഈ ആഗ്രഹമൊക്കെ എങ്ങനെ സാധിക്കാനാണ്. ഇത് സംഭവിക്കുന്നത് ഒരു ജൂൺ മാസം 15-ാം തീയതിയാണ്. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജൂൺ 17-ാം തീയതി എവിടെ നിന്നാണെന്നറിയില്ല, ഒരു ലിങ്ക്ഡിൻ വഴി എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ എന്നാണ്. ഡാനിയൽ എന്ന വ്യക്തി ഹോങ്കോങ്ങിൽ നിന്നും എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അയച്ചു തരികയും ഇതിൻ്റെ വായിച്ചു നോക്കിയപ്പോഴേക്കും എൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്കില്ലെല്ലാം മാച്ച് ആവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് വേണ്ടത് ഒരു 5 വർഷം മുതൽ 8 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ഒരു ഫോൺ കോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഓക്കെയാണ്, നമുക്ക് എന്തായാലും ഇത് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നിലേക്ക് പ്രോസസ്സിങ് പോയി. അപ്പോൾ 17-ാം തീയതി ഇത് വന്ന്, അപ്പോഴും ഞങ്ങളൊന്നും വിചാരിക്കുന്നില്ല, ഞങ്ങൾ ഇത് കിട്ടുമെന്നോ ഒന്നും അറിയില്ല. ഓക്കെ, 17 എന്ന സംഖ്യ ഞങ്ങൾ ഓർത്തു. മാതാവിൻ്റെ ഡിസംബർ 7 എന്ന അക്കം അതിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷം തോന്നി. അങ്ങനെ ആദ്യത്തെ ഈ ഫോൺ കോൾ റൗണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഡാനിയൽ എന്ന വ്യക്തി കമ്പനിയോട് സംസാരിച്ചിട്ട് തിരികെ വന്ന വാർത്തയെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒന്നെങ്കിൽ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു പൊസിഷനായിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് എന്ന മെറിറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സാലറി ഇപ്പോൾ എത്രയാണോ കിട്ടുന്നത് ഒന്നെങ്കിൽ അതിലോ ഇല്ലെങ്കിൽ അതിൽ താഴെയുള്ളൊരു സാലറി ആയിരിക്കും. എന്നിരുന്നാലും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ബോധറേ അല്ലായിരുന്നു. കാരണം അവസാനം ഞങ്ങൾ ഇത് മാതാവ് കൊണ്ടുവന്നതാണോ എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ മുന്നിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് പ്രശ്നമല്ല, ജോലി പൊസിഷനോ ഇല്ലെങ്കിൽ സാലറിയോ ഇതൊന്നും ഒരു ഫാക്ടർ അല്ല, എന്തായാലും മുന്നിലേക്ക് തന്നെ പോകാമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ മൊത്തത്തിൽ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ടെന്ന് പറയുന്ന ഒരു കോഡിംഗ് റൗണ്ടാണ്. അപ്പം പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ചെയ്യുന്നവർക്കറിയാം, ഒരു ടൈം ബൗണ്ടായിട്ട് കൃത്യം 75 മിനിറ്റിനുള്ളിൽ
3 ചോദ്യങ്ങൾ ചെയ്ത് തീർത്ത് ഈ 3 ചോദ്യത്തിനും എല്ലാ കണ്ടീഷണൽ കേസസും പാസ്സാകണം. എന്നിരുന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ റൗണ്ടിലോട്ട് പോകാൻ സാധിക്കൂ. ആദ്യത്തെ 1-2 ദിവസം ഞാൻ എനിക്കാൽ കഴിയുന്ന രീതിയിൽ പ്രിപ്പയർ ആയി നോക്കി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റിൽ എനിക്കിത് ഒരിക്കലും ഇത് പാസ്സാവാൻ സാധിക്കില്ല എന്നും. അങ്ങനെ എന്തും വരട്ടെ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് മാതാവിൻ്റെ കാശിരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞാൻ കോഡിങ് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ആ ടേബിളിൽ വിതറുകയും മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വെക്കുകയും ചെയ്തിട്ട് ഈ പരീക്ഷ ഞാൻ ആരംഭിച്ചു. 75 മിനിറ്റുള്ള പരീക്ഷ 3 ചോദ്യമാണുള്ളത്. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ചെയ്തു തുടങ്ങി ഏകദേശം 25 മിനിറ്റോളം ആ ചോദ്യത്തിൽ ഞാൻ സമയം പാഴാക്കുകയും അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ കരുതി എന്നാൽ ഒരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഭാഗ്യവശാൽ രണ്ടാമത്തെ ചോദ്യം കുറച്ച് എളുപ്പമാവുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് പാസ്സാകാനും സാധിച്ചു. അപ്പോഴേക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ 75 മിനിറ്റ് മൊത്തത്തിലുള്ള ഈ പരീക്ഷയിൽ എനിക്കിനി ബാക്കിയുള്ളത് ഏകദേശം ഒരു 25 മിനിറ്റ് കഷ്ടിച്ച് ഉണ്ടെങ്കിലായി. അപ്പോൾ ഈ മൂന്നാമത്തെ ചോദ്യം എടുത്തപ്പോഴേക്കും എൻ്റെ കോൺഫിഡൻസ് പൂർണ്ണമായും പോയി. ചോദ്യം തന്നെ ഏകദേശം ഒരു 3-4 പേജ് ഉണ്ടായിരുന്നു. ഇത് മൊത്തം മനസ്സിലാക്കി ഇതിനെ കൺവേർട്ട് ചെയ്ത് പ്രോഗ്രാമാക്കി ഇതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തും വരട്ടെ, മാതാവ് കൂടെയുണ്ട്, ഒന്നും എനിക്ക് ഭയമില്ല എന്ന് കരുതി അത് എനിക്ക് മനസ്സിലായ രീതിയിൽ ചെയ്തു തുടങ്ങിയതും ഒരുപാട് എറർ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് അത്രയും വലിയ ചോദ്യം അവസാനം ചുരുങ്ങിയ സമയത്തിൽ ചെയ്തു തുടങ്ങിയ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം എല്ലാ കണ്ടീഷണൽ കേസസും പാസ്സാവുകയും ആ മൂന്നാമത്തെ ചോദ്യം പാസ്സാവുകയും ചെയ്തു. ഇനി എൻ്റെ മുന്നിലുള്ളത് ഒന്നാമത്തെ ചോദ്യത്തിൽ കുറേ നേരം സമയം മെനക്കെടുത്തിയിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്ത ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം പിന്നെ ഇനി എനിക്ക് ബാക്കിയുള്ളത് വെറും 10 മിനിറ്റ് മാത്രം. ഇതിനുള്ളിൽ അതിന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അടുത്ത റൗണ്ടോ ഇല്ലെങ്കിൽ ഈ ജോലിയെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും എനിക്ക് ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പിന്നെയും ഞാൻ ചെയ്തു തുടങ്ങി. ആ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഒരു 75 മിനിറ്റിലൊരു 5 മിനിറ്റ് ബാക്കി നിൽക്കെ 3 ചോദ്യങ്ങളും എല്ലാം ഉത്തരങ്ങൾ കിട്ടി മുന്നോട്ട് പാസ്സാവാൻ സാധിച്ചു. ആ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് റൗണ്ട് എന്ന കടമ്പ കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ റൗണ്ട്. ഈ രണ്ടാമത്തെ റൗണ്ട് എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പം മാതാവിൻ്റെ എല്ലാ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലും പലരും പറയാറുണ്ട്, പല അടയാളങ്ങളും എല്ലാവർക്കും കിട്ടാറുണ്ട്. ഒന്നുകിൽ നമ്പർ അല്ലെങ്കിൽ കളർ, അങ്ങനെ പല അടയാളങ്ങൾ. എന്ത് അടയാളം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് തന്നെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ഈ 7 എന്ന സംഖ്യ ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലുണ്ട്. 17-ാം തീയതിയാണ് ഹോങ്കോങ്ങിൽ നിന്ന് ഈ ഡാനിയൽ എന്ന വ്യക്തി ഈ ജോലി അവസരം ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അയച്ചത്. അപ്പോൾ ആ 17-ൽ 7 ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എന്ന റൗണ്ട് വന്നപ്പോഴേക്കും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ ഓഫീസ് 37-ാമത്തെ നിലയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസമായി, ഇവിടെയും മാതാവിൻ്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. 37 എന്ന സംഖ്യയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് മാത്രമല്ല, ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7-ാം മാസമാണ്. 7-ാം മാസത്തിലാണ് ഇൻ്റർവ്യൂ നടന്നതും. അതിൽ ഒന്നാമത്തെ ഡേറ്റിൽ തന്നെയാണ്, ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്തു. ഈ ഇൻ്റർവ്യൂവിന് മുന്നോടിയായി ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ ഓഫീസിലേക്ക് ഏകദേശം 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ എത്തും. അപ്പോൾ ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നായിട്ടുള്ള പല ദിവസങ്ങളിലായിട്ട് ചെന്ന് ഓഫീസിൻ്റെ മുന്നിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറിയും തൈലം അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും വിതറി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് കണ്ടിന്യൂസ്ലി അവിടെ പോയി വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റിൽ അവിടെ എത്തുകയും 37-ാമത്തെ നിലയിലെത്തി. 1 മണിക്കൂറാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ മെറിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി എനിക്കിത് പാസ്സാവാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കാവൂ. എനിക്കറിയാത്ത ഒരുപാട് ആ ജോലി അവസരത്തിൽ ആ ഡിസ്ക്രിപ്ഷനിൽ അവർ എഴുതിയേക്കുന്നത് ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആവശ്യമുള്ളത് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കാവൂ. ഇൻ്റർവ്യൂ എടുക്കുന്നത് തന്നെ ഒരു ഏകദേശം 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള 2 ടെക്നിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സുമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലേഡി എനിക്ക് വളരെ ടെൻഷനായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു ഇൻ്റർവ്യൂ റൂമിൽ. അപ്പോഴേക്കും ഒരു ലേഡി വന്നു, ഒരു പ്രായമുള്ള ഒരു ലേഡി ആയിരുന്നു. അവർ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്തൊരു ഓൾ ദ ബെസ്റ്റും പറഞ്ഞിട്ട് പോയി. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ എനിക്ക് കാണിച്ചു തന്നതാണെന്ന് ഞാൻ
പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ റൗണ്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായ ഉത്തരം നൽകുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഇൻ്റർവ്യൂ ബോർഡിലെ എഞ്ചിനീയേഴ്സ് എന്നോട് പറഞ്ഞു, ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിലൂടെ ഒരുപാട് പേര് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ട് എന്തായാലും അരുണൊന്ന് വെയിറ്റ് ചെയ്യുക, എപ്പോൾ റിസൾട്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു രണ്ടാഴ്ചയെങ്കിലും ഡിലേ വരുമായിരിക്കുമെന്ന് ഇൻ്റർവ്യൂവിൽ ആ ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള അവരെന്നോട് പറഞ്ഞു. പക്ഷേ ഇവിടെയും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് പിന്നെയും ഇടപെട്ട് 2 ആഴ്ച എന്ന സമയം പറഞ്ഞിടത്ത് കൃത്യം പിറ്റേ ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് വന്ന് അടുത്ത റൗണ്ടിലേക്ക് അരുൺ പാസ്സായി എന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാതാവ് എന്നെ അയക്കുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിസ റിജക്റ്റ് ആയി എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ്. നമ്മുടെ കയ്യിൽ വിസയില്ല, ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഇതെല്ലാം റെഡി ആയെങ്കിൽ മാത്രമേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സിംഗപ്പൂർ എന്ന നഗരത്തിൽ ഞങ്ങൾക്ക് പിന്നെയും തുടർന്ന് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ജോലിയിൽ തുടരുവാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് ഓഗസ്റ്റ് 2 എന്ന ഡേറ്റിൽ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്കോ ഇല്ലെങ്കിൽ വേറൊരു ജോലിയോ തേടി പോകേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ എൻ്റെ ഫൈനൽ 3ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ വന്നു. ഇതേ പ്രോസസ്സ് തന്നെ. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് മുൻപേ ഓഫീസിലെത്തി, ഓഫീസിൻ്റെ മുൻപിലായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിതറി, ഞങ്ങൾ ഉപ്പ് വിതറി, തൈലം പൂശി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് പോയത്. ഇവിടെയും അത്ഭുതകരമായ അടുത്ത മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഇൻ്റർവ്യൂ 1 മണിക്കൂറായിരുന്നു. ഇതും ഒരു ഹൈലി ടെക്നിക്കൽ അല്ല, കുറച്ച് HR ഓറിയൻറ്റഡ്, നമ്മുടെ ഗോൾസ് ആൻഡ് വിഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ്, അവരുടെ കമ്പനിയുടെ ബോർഡ് ഡയറക്ടേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ 2 പേരുണ്ടായിരുന്നു. 1 മണിക്കൂറായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂ ടൈമിങ് 11 മണി മുതൽ 12 മണി വരെ ആയിരുന്നു. 1 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ഞാൻ വിചാരിച്ചത് എന്താ പെട്ടെന്ന് കഴിഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയോ എന്നെനിക്ക് ഒരു ധാരണയില്ല. അപ്പോഴാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പുറത്തിറങ്ങി ആദ്യം ഞാൻ നോക്കിയത് ഇത് എത്ര സമയം എടുത്തു എന്നാണ്. കൃത്യം 11:37 എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഈ 37 എന്നുള്ള നമ്പർ 37ാം നിലയിൽ 37 മിനിറ്റിൽ എല്ലായിടത്തും 7 എന്നുള്ള ഇൻഡിക്കേഷൻ മാതാവ് എപ്പോഴും കാണിച്ചു തരുന്നത്. ഇതെങ്ങനെ ലോജിക്കലി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി മാതാവിനോട് ഓരോ അടയാളങ്ങൾ കാണിക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഈ പ്രാർത്ഥനയും ഞങ്ങളുടെ വിശ്വാസവും ഇരട്ടിയായി മാതാവിനോട് അത്രമാത്രം സ്നേഹവും വിശ്വാസവും മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാനുമുള്ള ഒരു പ്രചോദനമായി മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റൗണ്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഇതിലും കുറേ ഡിലേ വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഡിലേ വരുമായിരിക്കും, എപ്പോൾ സാധിക്കും എപ്പോൾ സംഭവിക്കും എന്നറിയില്ല. മുന്നിലുള്ളത് ആകെ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ആ ഡാനിയൽ എന്ന വ്യക്തി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് അരുണ് എല്ലാ റൗണ്ടും പാസ്സായി, ഈ ജോലി അരുണിന് കരസ്ഥമായി എന്ന് ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. പൂർണ്ണ കൺഫർമേഷൻ കമ്പനിയിൽ നിന്ന് തന്നു. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യം പറഞ്ഞതുപോലെ അവർ ഓഫർ ചെയ്തിരുന്ന വളരെ ഒരു ജൂനിയർ പൊസിഷനായിരുന്നു. കാരണം എൻ്റെ മെറിറ്റിലോ എൻ്റെ ക്വാളിഫിക്കേഷനിലോ എനിക്ക് അവരുടെ 5 മുതൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ വളരെ ഏജ് വൈസ് ഇല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വൈസ് ഞാൻ വളരെ ഒരു ചെറിയ പയ്യനായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മാതാവ് ഇവിടെ ഇടപെട്ട് ഇതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ അന്നേരം ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. അവസാനം ഓഫർ ലെറ്റർ വന്ന് HR ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉയർന്നൊരു പൊസിഷനും ഞാൻ വിചാരിച്ചിരുന്ന ശമ്പളത്തേക്കാൾ ഉയർന്നൊരു ശമ്പളത്തിലും മാതാവ് അന്ന് ഞങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഇതിന് പാരലായി തന്നെ ആ പഴയ ജോലിയുടെ വിസ റിന്യൂവൽ പ്രോസസ്സിങ് വളരെ ഡിലേ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് അത് ഇതിൻ്റെ ഇടയ്ക്ക് അപ്രൂവായി വരികയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അന്ന് 2 മാസം എടുത്ത ആ റിന്യൂവൽ പ്രോസസ്സ്, ഈ പുതിയ ജോലിയുടെ പുതിയ വിസ അപ്രൂവൽ പ്രോസസ്സ് 2 മാസം എടുത്ത മാതാവ് 2 മാസം ഡിലേ ആയത് മാതാവ് ഇടപെട്ട് പുതിയ ജോലിയുടെ വിസ കൃത്യം 2 ദിവസം കൊണ്ട് വിസ അപ്രൂവായി. ജോലിയുടെ എല്ലാ ഓഫർ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി. ഓഗസ്റ്റ് മാസം 2 ഞങ്ങൾ നാട്ടിലേക്ക് പാക്ക് ചെയ്ത് വരും എന്ന് ഉറച്ചിരുന്ന ഞങ്ങൾ അതേസമയം 2 വിസയായി ഏത് ജോലിക്ക് കയറണം എന്നുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒരു എല്ലാ അൺസർട്ടനിറ്റീസും മാറ്റി ഒരു സ്റ്റേബിളായിട്ട് ഓക്കെ നിങ്ങൾ ഇനി സിംഗപ്പൂർ തന്നെ തുടർന്നോ എന്ന് മാതാവ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ 100% ഉറപ്പ് തന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇനി ഇതൊരു മേജർ സാക്ഷി. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്ന വളരെ ചെറിയ കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകണോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആളെ കാണണോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം, അങ്ങനെ പല കുഞ്ഞു ആഗ്രഹങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് ഇതെല്ലാം സാധിച്ചു തരികയാണ്.
ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഉടമ്പടിക്ക് മുന്നിലുള്ള ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായി വളരെ മോശമായിരുന്നു. പ്രാർത്ഥനയൊക്കെ വെറുതെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൂപ്പി നിൽക്കും, പക്ഷെ മനസ്സിലൂടെ പോകുന്ന പല കാര്യങ്ങളായിരിക്കും. പക്ഷേ മാതാവിൻ്റെ പ്രാർത്ഥന, ഈശോയുടെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും 5:30 എണീറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലുകയും 7 തവണ സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയും, പ്രാർത്ഥനയുടെ ടൈമിങ് തന്നെ ആദ്യമൊക്കെ വളരെ ചുരുക്ക സമയത്തിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയും തീർക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് ഇല്ലെങ്കിൽ ഒരു സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെ എനിക്കും എൻ്റെ വൈഫിനും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന ഞങ്ങളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പം ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഈ സിംഗപ്പൂർ വെച്ച് എടുത്തത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം എഴുതിയ ഇന്ന് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് ഉടമ്പടി എഴുതി കൊടുത്തപ്പോൾ 6 നിയോഗങ്ങളിൽ ഒന്നും ഞങ്ങൾ എഴുതിയില്ല. ഒരേ ഒരു നിയോഗം എഴുതിയത് അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണമേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമേ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണമേ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ സംസാരിക്കാൻ സാധിക്കണമേ എന്നുള്ള ഒറ്റ നിയോഗം മാത്രമാണ് എഴുതിയത്. ഇനി എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും മാതാവ് നമ്മുടെ കൂടെ കാണും, നമ്മുടെ കൂടെ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ കമ്മ്യൂണിറ്റി വർക്കായിട്ട് വളരെ റെഗുലറായിട്ട് കമ്മ്യൂണിറ്റി വോളണ്ടിയറിങ് വർക്കിന് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നഴ്സിംഗ് ഹോമുകൾ വിസിറ്റ് ചെയ്യാനും അവിടെയുള്ള പ്രായമായ വല്യപ്പച്ചന്മാരെയൊക്കെ ഫീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ വോളണ്ടിയറിങ് ഇവൻ്റ് എല്ലാ മാസവും ആഹാരം കിട്ടാത്തവർക്ക് വേണ്ടി ഫുഡ് കളക്ട് ചെയ്ത് അത് റെസിഡൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും മറ്റ് പല വോളണ്ടിയറിങ് കമ്മ്യൂണിറ്റി വോളണ്ടിയർ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു.